നമസ്കാരം, ഞാൻ പ്രസീത. പ്രസീസ് കിച്ചൺ വേൾഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ചാനലിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തു തന്നെയുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമ്മുടെ കുറച്ച് കൂട്ടുകാർ, അതായത് ജോലി സ്ഥലത്തൊക്കെ തനിച്ച് താമസിക്കുന്ന കുറച്ച് കൂട്ടുകാർ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പീസിൻ്റെ വീഡിയോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അരയ്ക്കാതെയും പൊടിക്കാതെയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഉപ്പേരി അല്ലെങ്കിൽ തോരൻ പോലെയുള്ള കുറച്ച് ഐറ്റംസാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ക്യാബേജ് ഉപ്പേരിയാണ്. പാചകം തീരെ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്യാബേജ് ഉപ്പേരി. ഉപ്പേരി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു ക്യാബേജ് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു ക്യാബേജാണിത്. ഇതിൻ്റെ ഏറ്റവും പുറം ഭാഗത്തുള്ള ഒരു ലെയർ അടർത്തിയെടുത്ത് ഞാൻ കളയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വരുന്നതിന് മുൻപ് ഇത് എവിടെയൊക്കെ ഇരുന്നതാണെന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ലെയർ ഞാൻ കളയുന്നത് കേട്ടോ. ഇത് കഴുകി വെച്ചതാണ്, എങ്കിലും ഒരു പാളി അടർത്തി കളഞ്ഞതിന് ശേഷം ഇത് ഒന്നുകൂടി ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. കൊത്തി അരിഞ്ഞു വയ്ക്കുന്ന ക്യാബേജിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെജിറ്റബിൾ കട്ടറിൽ വെച്ച് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ പ്ലേറ്റ് ഒന്ന് മാറ്റി വലിയൊരു പ്ലേറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. കുറേ തവണ ഇങ്ങനെ കൊത്തിയതിന് ശേഷം നൈസായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇടയിൽ വലിയ പീസുകളൊക്കെ വീഴുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായി മുറിച്ചെടുക്കണേ. അപ്പോൾ ഞാനിത് മുഴുവനായി ഒന്ന് മുറിച്ചെടുക്കട്ടെ. ക്യാബേജ് മുഴുവൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നാളെ രാവിലെ കറി വയ്ക്കുന്നതിനാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ മുറിച്ച് വെച്ചാലും കേടാവൊന്നുമില്ല. ഇതുപോലെ വലിയൊരു പ്ലേറ്റിലാക്കിയിട്ട് എയർ കടക്കുന്ന രീതിയിൽ അടച്ചു വെച്ചാൽ മതി. ക്യാബേജിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കളയാട്ടോ. ഏറ്റവും ഉള്ളിലുള്ള ഈ ഭാഗം ഞാൻ എടുക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളി എടുത്തു വയ്ക്കാം. ചെറിയുള്ളി ഇല്ലെങ്കിൽ വലിയുള്ളി എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഏകദേശം ഒരു 25ഓളം ചെറിയുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി തൊലിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങൾക്കത് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു വലിയുള്ളി എടുക്കുക കേട്ടോ. ചെറിയുള്ളി തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പച്ചമുളക് കഴുകി ചെറുതായി മുറിച്ചെടുക്കാം. പച്ചമുളക് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു വലിയ ചുവന്ന മുളക് 2-3 പീസായി മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 30 ml വരും കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഗ്യാസ് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കളറ് മാറി വരുന്നുണ്ട്. കരിയരുത്. നന്നായി കളറ് മാറിയതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. ഉള്ളിയും പച്ചമുളകും നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി കളറ് മാറി വരുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ കൂടുതൽ ഉപ്പ് ചേർക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്തു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കാബേജ് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ആ ഉള്ളിയും മുളകും കറിവേപ്പിലയുമൊക്കെ കാബേജിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളമൊഴിക്കാതെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മുറിയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇതിൻ്റെയും ഒരു പകുതി എടുത്താൽ മതി. നമുക്ക് തേങ്ങ ചിരകിയിട്ട് വരാം. അതിനു മുൻപ് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നത് കൊണ്ട് ഇത് കരിഞ്ഞിട്ടില്ല. വെള്ളം കുറേശ്ശെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് വെള്ളം ഒഴിക്കാതെ വെക്കുമ്പോഴാണ്. കുറച്ചുകൂടി വേകാനുണ്ട്. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഒരു തേങ്ങയുടെ പകുതി ചിരകിയെടുത്തിട്ടുണ്ട്. കാബേജ് ഇപ്പോൾ നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടിയുപ്പാണെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം. കല്ലുപ്പാണെങ്കിൽ വെള്ളത്തിൽ അലിയിച്ച് ചേർക്കണേ. ഇനി ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം.
തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. ഈ സമയത്തൊക്കെയും സിമ്മിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത് കേട്ടോ. കൂട്ടരുത്, കൂട്ടിയാൽ കരിഞ്ഞു പോകും. ക്യാബേജ് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തേങ്ങ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ക്യാബേജ് ഉപ്പേരി കരിഞ്ഞു പോകാതെ നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ക്യാബേജ് ഉപ്പേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.